കാർഷിക വാർത്തകൾ. റബ്ബർ വിലയിൽ വൻ മുന്നേറ്റം. വില 210 കടന്നു. എന്നാൽ വിപണിയിലേക്ക് റബ്ബർ ഷീറ്റ് എത്തുന്നത് കുറഞ്ഞതായി വ്യാപാരികൾ അറിയിച്ചു. ചരക്ക് ക്ഷാമത്തിനിടെയാണ് സംസ്ഥാനത്ത് റബ്ബർ വില കൂടിയത്. വ്യാപാരി വില 214 രൂപയാണ്. എന്നാൽ RSS 4 ഗ്രേഡ് റബ്ബർ കിലോഗ്രാമിന് 215 വരെ ചിലയിടങ്ങളിൽ ഈടാക്കുന്നുണ്ട്. വിപണിയിലേക്ക് റബ്ബർ ഷീറ്റ് വരവ് കുറഞ്ഞതായി വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്ത് നിന്നും ഏറ്റവും കൂടുതൽ റബ്ബർ ഷീറ്റ് വാങ്ങുന്ന ടയർ കമ്പനി കിലോഗ്രാമിന് 206 രൂപയ്ക്ക് വ്യാപാരം നടത്തിയതാണ് വിപണിയിൽ വിലയുയരാൻ കാരണം. ഇതിന് തുടർച്ചയായി ത്രെഡ് കമ്പനികൾ 210 രൂപയ്ക്ക് ചരക്കെടുത്തു. ഏജന്റുമാർ 215 രൂപയ്ക്ക് ബുക്ക് ചെയ്തു. എന്നാൽ ടാപ്പിംഗ് കുറവായതിനാൽ കർഷകർക്ക് ഗുണം ലഭിക്കില്ല. പുലർച്ചെ പെയ്യുന്ന ശക്തമായ മഴയാണ് പ്രധാന പ്രശ്നം. റബ്ബർ കിട്ടിയില്ലെങ്കിൽ ഫാക്ടറികളുടെ പ്രവർത്തനം കുറയ്ക്കേണ്ടി വരുമെന്നാണ് ടയർ കമ്പനികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇഞ്ചി കർഷകരുടെ തലവേദനയായ ഇലപ്പുള്ളി രോഗത്തിന് പ്രതിരോധ നടപടികളുമായി ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. വയനാട് ജില്ലയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത രോഗം കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് പ്രതിരോധ നിർദ്ദേശം. പൈറിക്കുലേറിയ എന്ന കുമിൾ മൂലമാണ് രോഗമുണ്ടാകുന്നതെന്ന് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി. വിത്തുകൾ നടുന്നതിനു മുമ്പ് പ്രോപ്പിക്കോണസോൾ 1 മില്ലി അല്ലെങ്കിൽ കാർബൻഡാസിം, മാംഗോസെബ് എന്നിവ 2 ഗ്രാം ലയിപ്പിച്ച ലായനിയിൽ വിത്തുകൾ അരമണിക്കൂർ മുക്കിവെക്കുന്നതാണ് ഉചിതം. കൂടാതെ പ്രതിരോധ നടപടി എന്ന നിലയിൽ പ്രോപ്പിക്കോണസോൾ അല്ലെങ്കിൽ ടെബുകോണസോൾ 1 മില്ലി ചേർത്തുള്ള കുമിൾനാശിനി സ്പ്രേ ചെയ്യുന്നതും രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കും. 101 മുതൽ 15 ദിവസത്തെ ഇടവേളയിൽ ഇതേ കുമിൾനാശിനിയോ അല്ലെങ്കിൽ ടെബുകോണസോളും അസോക്സിസ്ട്രോബും ചേർന്നുള്ള കുമിൾനാശിനിയോ പ്രയോഗിക്കുന്നത് ഉപയോഗപ്രദമാണെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു. രോഗബാധയുള്ള സ്ഥലങ്ങളിൽ താൽക്കാലികമായി ഇഞ്ചി കൃഷി ഒഴിവാക്കാനാണ് ശുപാർശ. കഴിഞ്ഞ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ കർണാടകയിലെ കുടക് ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും ഇഞ്ചിയിൽ എലപ്പുള്ളി ബാധ വ്യാപകമായിരുന്നു. പിന്നാലെ ഗവേഷണ കേന്ദ്രം നടത്തിയ പഠനത്തിലാണ് പൈറിക്കുലേറിയ എന്ന കുമിളാണ് രോഗകാരണമെന്ന് സ്ഥിരീകരിക്കുന്നത്. നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ധാന്യവിളകളിൽ സാധാരണയായി രോഗകാരണമാകാറുണ്ടെങ്കിലും രാജ്യത്ത് ഇതാദ്യമായാണ് ഇഞ്ചിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫംഗസ് വ്യാപനം അതിവേഗത്തിൽ നടക്കുന്നതായാണ് രോഗത്തിന്റെ പ്രധാന ഭീഷണി. ശക്തമായ മഴയും ഇഞ്ചിയുടെ ഇലയിൽ ഈർപ്പം തുടരുന്നതും രോഗവ്യാപനത്തിന് അനുകൂലമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ധാന്യ വിപണിയിൽ പ്രധാന പങ്ക് വഹിക്കാൻ ഇന്ത്യ. ആഗോളതലത്തിൽ ഗോതമ്പ് ഉൽപാദനത്തിന്റെ 30% ഇന്ത്യയുടെ സംഭാവനയായിരിക്കുമെന്ന് പ്രതീക്ഷ. അടുത്ത ദശകത്തിൽ ആഗോള ധാന്യ വിപണി പിടിച്ചെടുക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. OECD FAO അഗ്രികൾച്ചർ ഔട്ട്ലുക്ക് 2025-2034 അനുസരിച്ച് പ്രത്യേകിച്ച് ഗോതമ്പിന്റെ ഒരു പ്രധാന ഉൽപാദകനായി പ്രധാന ഇറക്കുമതിക്കാരനായും ഇന്ത്യ ഉയർന്നുവരുന്നു. 2034 ഗോതമ്പ് ഉൽപാദനത്തിലെ ആഗോള വർധനവിന്റെ ഏകദേശം 30% ഇന്ത്യ സംഭാവന ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായി ചൈനയെ മറികടക്കാനും ഇന്ത്യ ശ്രമം തുടരുന്നു. എന്നിരുന്നാലും വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര ഡിമാൻഡ് കാരണം ഇന്ത്യ ഒരു അറ്റ ഇറക്കുമതിക്കാരനായി മാറിയേക്കാമെന്നാണ്. അതേസമയം ഇന്ത്യൻ ചോളം കയറ്റുമതിയും ജൈവ ഇന്ധനവുമായി ബന്ധപ്പെട്ട ഉപയോഗവും ക്രമാനുഗതമായി വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ അരി കയറ്റുമതി നിയന്ത്രണങ്ങൾ അടുത്തിടെ നീക്കം ചെയ്തതും ആഗോള വ്യാപാരത്തിൽ അതിന്റെ ആധിപത്യം ശക്തിപ്പെടുത്തുന്ന മുൻനിര അരി കയറ്റുമതിക്കാരൻ എന്ന നില പുനഃസ്ഥാപിക്കുന്നതായി കാണുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വയനാടൻ കാപ്പിക്ക് നല്ല കാലം വരുന്നുവെന്ന സൂചനകൾ. ആഗോളതലത്തിൽ റബ്ബറിന്റെ തളർച്ച കേരളത്തിലും പ്രതിഫലിച്ചു. ഏലക്ക ലേലത്തിൽ പുതിയ ചരക്ക് വന്നു തുടങ്ങി. രാജ്യാന്തര കാപ്പി വിപണിയുടെ തിരിച്ചുവരവിനുള്ള സൂചനകൾ തെളിയുന്നത് വയനാടൻ കർഷകർക്ക് ആശ്വാസം പകരും. വർഷാരംഭത്തിൽ ടണ്ണിന് $5,700 ഇടപാടുകൾ നടന്ന കാപ്പി കഴിഞ്ഞ ദിവസം $3,157 ഇടിഞ്ഞ ശേഷമാണ് ചെറിയ തോതിലുള്ള ഉണർവിന്റെ സൂചനകൾ പുറത്തുവിട്ടത്. മുൻനിര ഉൽപാദന രാജ്യമായ ബ്രസീലിൽ വിളവെടുപ്പ് അവസാനിക്കാറായതിനാൽ വിൽപ്പന സമ്മർദ്ദം കുറയുമെന്ന നിലപാടിലാണ് വിപണി വൃത്തങ്ങൾ. ഇത് ദക്ഷിണേന്ത്യൻ കാപ്പി വിലയും ചൂടുപിടിക്കാൻ അവസരം ഒരുക്കുമെന്നത് കേരളത്തിലെ ഉൽപാദകർക്ക് നേട്ടം പകരാം. വിലയിൽ കാര്യമായ വ്യതിയാനം ദൃശ്യമായില്ലെങ്കിലും മുന്നേറാനാണ് സാധ്യത. ഏലക്ക ലേലത്തിൽ പുതിയ ചരക്ക് വന്നു തുടങ്ങി. രാജ്യാന്തര റബ്ബർ വിപണിയിലെ തളർച്ച കേരളത്തിലും പ്രതിഫലിച്ചു. ജപ്പാനടക്കമുള്ള അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ റബ്ബർ വില താഴ്ന്നത് മുൻനിർത്തി മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിലും റബ്ബറിന് തിരിച്ചടി നേരിട്ടു. ഇവിടെ നിരക്ക് 19,871 രൂപയായി താഴ്ന്ന വിവരം ഇന്ത്യൻ റബ്ബർ വിലയും കുറയാൻ ഇടയാക്കി. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബറിന് ക്വിൻ്റലിന് 100 രൂപ കുറഞ്ഞ് 21,200 രൂപയായും 5ാം ഗ്രേഡ് 20,200 രൂപയായും താഴ്ന്ന് ഇടപാടുകൾ നടന്നു. ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയത് സ്റ്റോക്കിസ്റ്റുകളിൽ സമ്മർദ്ദമുളവാക്കാം. US ജപ്പാൻ പുതിയ വ്യാപാര കരാറാണ് ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളെ പിടിച്ചുലച്ചത്. ലേലത്തിൽ പുതിയ ഏലക്ക് വരവ് ഉയർന്നു.
2 ലേലങ്ങളിലായി 1 ലക്ഷം കിലോയിലധികം ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങി. ഉത്സവകാല ഡിമാൻഡ് മുന്നിൽ കണ്ട് കയറ്റുമതിക്കാരിൽ നിന്നും ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നും ഏലത്തിന് ഡിമാൻഡ് അനുഭവപ്പെട്ടു. ലേലത്തിനെത്തിയ 59,045 കിലോഗ്രാം ചരക്കിൽ 57,679 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,661 രൂപയിലും മികച്ച ഇനങ്ങൾ 3,259 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 213, RSS 5 209, ലാറ്റക്സ് 147, ജാതിക്ക 270, ജാതിപത്രി 1600 മുതൽ 1850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോപ്പരിപ്പ് 350, കുരുമുളക് ഗാർബിൾഡ് 68,400, കുരുമുളക് അൺഗാർബിൾഡ് 66,400, ഏലയ്ക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,500, കൊപ്ര 25,800, ചുക്ക് 22,500.